ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് വർക്ക് ആൻഡ് ടൈം എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ വീഡിയോ ക്ലാസ്സാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം മാത്രം ഇതിലോട്ട് കടന്നു വരിക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ 2 ദിവസവും പഠിച്ചതിൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആർക്കും ഇന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ല. മക്കളെ, ഇന്ന് നമുക്ക് കിടിലം കുറച്ച് ടൈപ്പുകളാണ് പറയാനുള്ളത്. അതായത് പലപ്പോഴും റാങ്ക് മേക്കറായിട്ട് ചോദിക്കുന്ന, ഈ അടുത്തിടെ പോലും ഫയർ വുമൺ ഓഫീസറിന് ചോദിച്ച ഒരു കിടിലൻ ചോദ്യമടക്കമുള്ള ഒരു നല്ല പാർട്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. അപ്പം ഇത് ആദ്യാവസാനം കാണുക, നോട്ട് തയ്യാറാക്കുക. തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലെ നമ്മുടെ മറ്റ് ക്ലാസ്സുകൾ കൂടി കാണുക. അതായത് പ്രീവിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ കൂടെ വന്ന് കണ്ട് നിങ്ങളുടെ റാങ്ക് മെച്ചപ്പെടുത്തുക. ഓക്കെ, PSC ചലഞ്ചർ എന്ന യൂട്യൂബ് ചാനൽ കണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും റാങ്ക് മെച്ചപ്പെടുത്താൻ ശ്രമിക്കും എന്ന് കരുതിക്കൊണ്ടതാ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കുന്നു. നമ്മുടെ 6ാമത്തെ ടൈപ്പാണ്. എക്സ് ഒരു ജോലി 15 ദിവസം കൊണ്ടും വൈ 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. 2 പേരും ഒന്നിച്ച് ജോലി തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വൈ ജോലി ഉപേക്ഷിച്ചു. ബാക്കി ജോലി എക്സ് ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇതാണ് ചോദ്യം. ഒന്നുകൂടെ പറയാം മക്കളെ, എക്സ് ഒരു ജോലി 15 ദിവസം കൊണ്ടും വൈ 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. 2 പേരും ഒന്നിച്ച് ജോലി തുടങ്ങി. എന്നിട്ടോ 2 ദിവസം കഴിഞ്ഞപ്പോൾ വൈ ജോലി ഉപേക്ഷിച്ചു. ബാക്കി ജോലി എക്സ് ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇതാണ് ചോദ്യം. മക്കളെ, എക്സ് ഒരു ജോലി 15 ദിവസം കൊണ്ടും വൈ ഒരു ജോലി 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. ദാ ഇവിടം വരെ നിൽക്കട്ടെ, അവിടം വരെ നിൽക്കട്ടെ. പറഞ്ഞേ, എക്സ് ഒരു ജോലി 15 ദിവസം കൊണ്ടും വൈ 10 ദിവസം കൊണ്ടും. ഞാൻ എന്താ എഴുതുവാനേ മക്കളെ, എക്സ് ഒരു ജോലി 15 ദിവസം കൊണ്ടും വൈ അതേ ജോലി 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. ശരി, നമ്മൾ 1ാമത്തെ ടൈപ്പോട്ട് പഠിക്കുന്നതാണ്. ആദ്യം നമുക്കിതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? എടാ, ഇവിടുത്തെ ആകെ ജോലി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ചോദ്യത്തിൻ്റെ 2ാം പകുതി അവിടെ നിൽക്കട്ടെ, ബാക്കി പിന്നെ വായിക്കാം. ഇതുകൊണ്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്തു വെക്കാം. ഇതുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു വെച്ചിട്ട് നമുക്ക് പിന്നെ ബാക്കി നോക്കാം. അപ്പം മക്കളെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും പറ? ഇവിടുത്തെ ആകെ ജോലി കണ്ടുപിടിക്കും. ആകെ ജോലി കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യുന്നത്? LCM എടുക്കും. എടാ, LCM എടുക്കുമ്പം വലിയ സംഖ്യ 15, 10 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 15ൻ്റെ അടുത്ത ഗുണിതം എടുക്കുമ്പോൾ 30, 10 കൊണ്ട് ഹരിക്കാം. അപ്പോൾ LCM 30 എന്ന് പറഞ്ഞാൽ മക്കളെ, ഇവിടുത്തെ ആകെ ജോലി 30. ഇവിടുത്തെ ആകെ ജോലി 30. ഇത് ഓക്കെ ആണോ? ശരി, 15 30 ആവാൻ മക്കളെ 2, 10 30 ആവാൻ മക്കളെ 3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കഴിവ് 2, വൈയുടെ കഴിവ് 3. എടാ, എക്സിൻ്റെ കഴിവ് 2, വൈയുടെ കഴിവ് 3. ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ടോണേ. എടാ, ഇനി പറയുന്നത് എക്സിൻ്റെ കഴിവ് 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സിന് 1 യൂണിറ്റ് സമയം കൊണ്ട് തീർക്കാൻ കഴിയുന്ന ജോലികളുടെ എണ്ണം 2 എന്നാണ്. ഒന്നുകൂടെ പറയാം, എക്സിൻ്റെ കഴിവ് 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സിന് 1 യൂണിറ്റ് സമയത്ത്, യൂണിറ്റ് സമയം എന്ന് പറഞ്ഞാൽ അത് ചോദ്യത്തെ പോലെ ഇരിക്കും. ചോദ്യത്തിൽ ദിവസം വെച്ചാണ് ചോദ്യം പറയുന്നതെങ്കിൽ എക്സിന് ഒരു ദിവസം തീർക്കാൻ പറ്റുന്ന ജോലികളുടെ എണ്ണം 2. കാര്യം മക്കളെ, അവൻ്റെ കഴിവ് 2. എടാ, അവൻ്റെ കഴിവ് എത്ര ആണോ അത്രയും ജോലികളാണ് അവന് 1 യൂണിറ്റ് സമയത്ത് തീർക്കാൻ പറ്റുന്നത്. ചോദ്യത്തിൽ യൂണിറ്റ് എന്ന് പറയുന്നത് മിനിറ്റ് ആണെങ്കിൽ അവൻ 1 മിനിറ്റിൽ തീർക്കാൻ പറ്റുന്ന ജോലികളുടെ എണ്ണം 2. ചോദ്യത്തിൽ പറയുന്നത് മണിക്കൂർ വെച്ചാണ് ചോദ്യമെങ്കിൽ എക്സിന് 1 മണിക്കൂറിൽ തീർക്കാൻ പറ്റുന്ന ജോലികളുടെ എണ്ണം 2. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചോദ്യം പറയുന്നത് എന്തുവാ? ഇവിടുത്തെ ചോദ്യം പറയുന്നത് എന്തുവാ? 10 ദിവസവും 15 ദിവസവും. അപ്പോൾ നമുക്ക് പറയാം എക്സിന് 1 ദിവസം തീർക്കാൻ പറ്റുന്ന ജോലികളുടെ എണ്ണം മക്കളെ 2. എടാ, വൈയുടെ കഴിവ് 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈ 1 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലികളുടെ എണ്ണം 3. എടാ, ഇവരുടെ കഴിവ് എത്ര ആണോ അത്രയും ജോലികൾ തന്നെയാണ് അവർക്ക് 1 യൂണിറ്റ് സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്നത്. കഴിവെന്ന് പറഞ്ഞാൽ മക്കളെ എഫിഷ്യൻസി എന്ന എഫിഷ്യൻസി. എടാ, എൻ്റെ എഫിഷ്യൻസി 3 ആണെങ്കിൽ ഞാൻ 1 യൂണിറ്റ് സമയം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ജോലി 3. കാര്യം എൻ്റെ എഫിഷ്യൻസി 3. എടാ, എനിക്ക് എഫിഷ്യൻസി 3 ആണെങ്കിൽ 1 യൂണിറ്റ് സമയത്ത് എനിക്ക് പരമാവധി 3 ജോലിക്ക് അപ്പുറം തീർക്കാൻ പറ്റത്തില്ലടാ. മനസ്സിലായോ? എങ്കിൽ പറ മക്കളെ, എക്സ് 1 ദിവസം കൊണ്ട് 2 ജോലി തീർക്കും. വൈ 1 ദിവസം കൊണ്ട് 3 ജോലി തീർക്കും. പറഞ്ഞാൽ മനസ്സിലാക്കണേ, എക്സ് 1 ദിവസം കൊണ്ട് 2 ജോലി തീർക്കും, വൈ 1 ദിവസം കൊണ്ട് 3 ജോലി തീർക്കും. ഇത്രയും ക്ലിയർ ആണോ?
അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ ഒരു ദിവസം പണിക്കിട്ടാൽ ജോലിക്കിട്ടാൽ ഇവർ രണ്ടുപേരെ 2 3 5 ജോലി തീർക്കത്തില്ലേ മക്കളെ? 5 ജോലി തീർക്കും. ഓക്കെ ആണോ? എടാ ഇവർ രണ്ടുപേരുടെ 5 ജോലി തീർക്കും. ഓക്കെ. ഇനി നമ്മുടെ ചോദ്യം പറയുന്നത് എന്തുവാ? രണ്ടുപേരും ഒന്നിച്ച് ജോലി തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വൈ ജോലി ഉപേക്ഷിച്ചത്. അപ്പം മക്കളെ ആദ്യത്തെ 2 ദിവസം എക്സും ഉണ്ടായിരുന്നു വൈയും ഉണ്ടായിരുന്നു. ശരിയാണോ? അപ്പോൾ ഒന്നാമത്തെ ദിവസം രണ്ടുപേരും പണിയെടുക്കുമ്പം 5 ജോലി തീരും. രണ്ടാമത്തെ ദിവസം രണ്ടുപേരും പണിയെടുക്കുമ്പം 5 ജോലി തീരും. അങ്ങനെ ഇവർ 2 ദിവസം കൊണ്ട് മക്കളെ ഒരു ദിവസം 5 ജോലി തീരും. അങ്ങനെ 2 ദിവസം കൊണ്ട് മക്കളെ എത്ര പറ? 10 ജോലി തീർന്നില്ലേ? ഒരു ദിവസം 2 3 5 ജോലി തീരും. അങ്ങനെ 2 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു 10 ജോലി തീർന്നു. നമുക്കറിയാം മൊത്തം നമ്മുടെ ജോലികളുടെ എണ്ണം 30. മൊത്തം 30 ജോലിയാണ്. അതിൽ തീർന്ന ജോലി 10. അത് കുറച്ചാൽ ബാക്കി 20 ജോലിയല്ലേ ഉള്ളത്? ബാക്കി 20 ജോലിയല്ലേ ഉള്ളത്? നമ്മുടെ ജോലി എന്തുവാ? 2 ദിവസം കഴിഞ്ഞപ്പോൾ വൈ ജോലി ഉപേക്ഷിച്ചു. വൈ മക്കളെ പോയി. ബാക്കി ജോലി എക്സ് ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് മനസ്സിലായി ബാക്കി ജോലി എന്ന് പറഞ്ഞാൽ മക്കളെ എത്ര? 20. എടാ മൊത്തം 30 ജോലി ഉണ്ടായിരുന്നു. രണ്ടുപേരുടെ 2 ദിവസം കൊണ്ട് 10 ജോലി തീർത്ത്. നമുക്കറിയാം 30-നകത്തിലെ 10 ജോലി തീർന്നാൽ ഇനി ബാക്കി 20 ജോലി മിച്ചമുണ്ട്. ആ 20 ജോലി ചെയ്യാൻ ആരില്ല? പറ. ആ 20 ജോലി ചെയ്യാൻ ആരില്ല? വൈ പോയി. വൈ ഇനി ഇല്ല. ബാക്കി ജോലി എക്സ് ഒറ്റയ്ക്ക് ചെയ്യണം. നമുക്കറിയാം എക്സ് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ മാത്രം കഴിവായ 2 കഴിവിട്ട് വേണ്ടേ ചെയ്യാൻ? എങ്കിൽ 20 ജോലി ചെയ്യാൻ എക്സിൻ്റെ കഴിവായ 2 കഴിവുകൊണ്ട് വേണം ചെയ്യാൻ. 20/2 10 വരും. എങ്കിൽ ബാക്കി ജോലി എടാ എക്സിന് ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ വേണ്ടി വരും 10 ദിവസം. 10 നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? സിമ്പിളല്ലേ? നമുക്കൊരു 3-4 ചോദ്യങ്ങൾ പരിശോധിക്കാം. അപ്പോഴത്തേക്കും കാര്യം പിടി കിട്ടും. എ ഒരു ജോലി 60 ദിവസം കൊണ്ടും ബി 90 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. അവിടെ നിൽക്കട്ടെ, ബാക്കി പിന്നെ വായിക്കാം. എടാ എ ഒരു ജോലി 60 ദിവസം കൊണ്ടും ബി അതേ ജോലി 90 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. എങ്കിൽ ഇവിടെ താകെ ജോലി കണ്ടുപിടിക്കാൻ മക്കളെ നമ്മൾ LCM എടുക്കും. വലിയ സംഖ്യ 90. 60 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 90ൻ്റെ അടുത്ത ഗുണിതം 180. 60 കൊണ്ട് ഹരിക്കാം. അപ്പോൾ LCM കിട്ടി 180. 60 180 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. 90 180 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എ എന്ന ആളുടെ കഴിവ് 3 എന്ന് പറഞ്ഞാൽ എ ഇവിടെ ദിവസമല്ലേ നമ്മുടെ യൂണിറ്റ്, ദിവസത്തിലാണ് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എ ഒരു ദിവസം കൊണ്ട് മക്കളെ 3 ജോലി തീർക്കും. കാര്യം എയുടെ കഴിവ് 3 എന്ന് പറഞ്ഞാൽ മക്കളെ അതിൻ്റെ അർത്ഥം എ ഒരു ദിവസം കൊണ്ട് 3 ജോലി തീർക്കും. ബി ഒരു ദിവസത്തിൽ മക്കളെ 2 ജോലി തീർക്കും. ബി ഒരു ദിവസത്തിൽ മക്കളെ 2 ജോലി തീർക്കും. ഓക്കെ ആണേ? അപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടെ ജോലിക്കിട്ടാൽ രണ്ടുപേരുടെ മക്കളെ 3ഉം 2ഉം 5 ജോലി തീർക്കത്തില്ലയോ? എടാ 5 ജോലി തീർക്കത്തില്ലയോ? 5 ജോലി തീർക്കും. അങ്ങനെ ഇവരൊന്നിച്ച് ജോലി തുടങ്ങിയെന്ന് പറയുന്നു. 27 ദിവസം കഴിഞ്ഞപ്പോഴാണ് മക്കളെ ബി ജോലി ഉപേക്ഷിച്ചത്. അപ്പോൾ 27 ദിവസം വരെ ഇവരൊരുമിച്ച് ജോലി ചെയ്തവരല്ലയോ? 27 ദിവസം വരെ ഇവരൊരുമിച്ച് ജോലി ചെയ്തവരാ. അപ്പോൾ 5 ഒരു ദിവസം 5 ജോലി വെച്ച് തീരും. ഒരു ദിവസം 5 ജോലി വെച്ചാൽ തീരുന്നേ, ശരിയല്ലയോ? രണ്ടുപേരുടെ പണിയെടുക്കുമ്പോൾ ഒരു ദിവസം മക്കളെ 5 ജോലി തീരുന്നുണ്ട്. അങ്ങനെ ഇവർ 27 ദിവസം പണിയെടുത്താൽ മക്കളെ 27 × 5 135 ജോലി തീർന്നു. 27 ദിവസം കൊണ്ട് രണ്ടുപേരുടെ 135 ജോലി മക്കളെ തീർത്തു. ശരി, എങ്കിൽ നമുക്കറിയാം മൊത്തം 180 ജോലിയുണ്ട്. അതിലെ 135 ജോലിയും തീർന്നെങ്കിൽ ബാക്കി മക്കളെ ഇനി 45 ജോലി മിച്ചമുണ്ട്. ശരിയാണോ? മൊത്തം 150, അതിൽ 135 ജോലിയും രണ്ടുപേരുടെ തീർത്തു. ശേഷം ആര് പിരിഞ്ഞുപോയി? ബി ജോലി ഉപേക്ഷിച്ചു. അപ്പം ഇനി മക്കളെ ബാക്കി 45 ജോലി ചെയ്യാനുണ്ട്. ഈ ജോലി ചെയ്യാൻ ആരേ ഉള്ളൂ? ഇനി ആരേ ഉള്ളൂ? എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദ്യം. എനിക്കറിയാം 45 ജോലി എ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ എയുടെ മാത്രം കഴിവുകൊണ്ട് വേണം ചെയ്യാൻ. എങ്കിൽ എയുടെ മാത്രം കഴിവ് മക്കളെ 3. 45/3 അതായത് 15 ദിവസം കൊണ്ട് നമ്മുടെ ജോലി പൂർത്തിയാകും. വല്ലതും മനസ്സിലായോ? പറഞ്ഞ കാര്യം പിടികിട്ടിയോ? ക്ലിയറായി കാണും എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട്. രാമു ഒരു ജോലി 20 ദിവസം കൊണ്ടും രാജൻ 25 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. അവർ ഒന്നിച്ച് ജോലി തുടങ്ങി. 5 ദിവസം കഴിഞ്ഞപ്പോൾ രാജൻ പിൻവാങ്ങി. ബാക്കി ജോലി രാമു ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? നമുക്ക് ഇവിടം വരെ നിർത്തി നമുക്കൊന്ന് നോക്കാം. മക്കളെ രാമു എന്ന് പറയുന്നവൻ ഒരു ജോലി 20 ദിവസം കൊണ്ടും രാജൻ എന്ന് പറയുന്നവൻ അതേ ജോലി 25 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. ഓക്കെ,
എങ്കിൽ മക്കളെ ആദ്യം ഇവിടുത്തെ ആകെ ജോലി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിന് വലിയ സംഖ്യ 25. 20 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. നമ്മൾ 25ൻ്റെ അടുത്ത ഗുണിതം എടുക്കും 50, 20 പറ്റത്തില്ല. 25ൻ്റെ അടുത്ത ഗുണിതം എടുക്കും 75, 20 പറ്റത്തില്ല. 25ൻ്റെ അടുത്ത ഗുണിതം എടുക്കും മക്കളെ 100, അവിടെ 20 പറ്റും. എന്ന് പറഞ്ഞാൽ LCM 20 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആകെ ജോലി മക്കളെ 20, സോറി ആകെ ജോലി 100. മക്കളെ ആകെ ജോലി 100. 20 100 5 കൊണ്ട് ഗുണിക്കണം. 25 100 4 കൊണ്ട് ഗുണിക്കണം. എന്ന് പറഞ്ഞാൽ മനസ്സിലായി, രാമുവിൻ്റെ കഴിവ് 5, രാജൻ്റെ കഴിവ് 4. എന്ന് പറഞ്ഞാൽ രാമു ഒരു ദിവസം, മക്കളെ ഇവിടെ യൂണിറ്റ് ഇവിടെ 20 ദിവസം കൊണ്ട് തീർക്കുമെന്നു, 25 ദിവസം കൊണ്ട് തീർക്കുമെന്നോ. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് ദിവസമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയണം രാമു ഒരു ദിവസത്തിൽ മക്കളെ 5 ജോലി തീർക്കും. രാജൻ ഒരു ദിവസത്തിൽ മക്കളെ 4 ജോലി തീർക്കും. പറഞ്ഞ മനസ്സിലായോ? എടാ രാമു ഒരു ദിവസത്തിൽ 5 ജോലി തീർക്കും, രാജൻ ഒരു ദിവസത്തിൽ 4 ജോലി തീർക്കും. മനസ്സിലായോ? ശരി, രണ്ടുപേരെയും കൂടെ മക്കളെ ഞാൻ പണിക്കിട്ടാൽ രണ്ടുപേരുടെ ഒരു ദിവസം കൊണ്ട് 5ഉം 4ഉം 9 ജോലി തീർക്കും. ശരിയാണോ? രണ്ടുപേരെയും കൂടെ ഞാൻ പണിക്ക് പിടിച്ച് നിർത്തിയേക്കുമോ. അപ്പോൾ അവർ രണ്ടുപേരുടെ ഒരു ദിവസം 9 ജോലി തീർക്കത്തുള്ളൂ. എടാ കാരണം ഇവൻ്റെ പരമാവധി എഫിഷ്യൻസി 5, അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റ് സമയത്തിൽ അവൻ 5 ജോലി തീർക്കാനേ പറ്റത്തുള്ളൂ. ഇവൻ്റെ പരമാവധി എഫിഷ്യൻസി മക്കളെ 4, അതുകൊണ്ട് തന്നെ അവൻ ഒരു യൂണിറ്റ് സമയത്ത് 4 ജോലി തീർക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ ആണേ? ശരി, ഇനി നിങ്ങൾ നോക്കി, അങ്ങനെ ഇവർ എത്ര ദിവസം ഒരുമിച്ച് ജോലി ചെയ്തെന്നാണ് പറയുന്നത്? അവർ ഒന്നിച്ച് ജോലി തുടങ്ങി 5 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ 5 ദിവസം വരെ ഇവർ ഒന്നിച്ച് ജോലി ചെയ്തല്ലോ, 5 ദിവസം വരെ. അപ്പം ഓരോ ദിവസവും 9 ജോലി വെച്ച് തീരുവോ? അങ്ങനെ 9 ജോലി വെച്ച് 5 ദിവസം ആകുമ്പോൾ 9 × 5 45 ജോലി മക്കളെ തീർന്നു. 45 ജോലി തീർന്നു 5 ദിവസം കൊണ്ട്. നമുക്കറിയാം മൊത്തം 100 ജോലിയുണ്ട് ഇവിടെ. അതിൽ 45 ജോലി തീർന്നെങ്കിൽ ഇനി മക്കളെ ബാക്കി 55 ജോലി തീരാനുണ്ട്. ശരിയാണോ? ബാക്കി 55 ജോലി തീരാനുണ്ട്. ശരി, ബാക്കി 55 ജോലി ചെയ്യാൻ ഇനി ആരില്ല? രാജൻ പിൻവാങ്ങിയവനാ അല്ലേ? എന്ന് പറഞ്ഞാൽ രാജൻ പിന്നു വാങ്ങാൻ പോയെന്നല്ല, രാജൻ പോയവനാ, രാജൻ ജോലി ഉപേക്ഷിച്ച് പോയവനാ. എങ്കിൽ ഈ ബാക്കി 55 ജോലി ചെയ്യാൻ രാജനുണ്ടോ? ഇല്ല, രാജനില്ല. ആര് മാത്രമേ ഉള്ളൂ? രാമു ഒറ്റയ്ക്കാണ്. രാമു ഒറ്റയ്ക്കാകുമ്പോൾ 55 ജോലി ചെയ്യാൻ രാമുവിൻ്റെ മാത്രം എഫിഷ്യൻസിയേ ഉള്ളൂ, രാമുവിൻ്റെ മാത്രം കഴിവേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 5 കഴിവുകൊണ്ട് വേണം ചെയ്യാൻ. 55/5 എന്ന് പറഞ്ഞാൽ 11 ദിവസം. മക്കളെ 11 ദിവസം കൊണ്ട് നമ്മുടെ രാമു ആ ജോലി പൂർത്തിയാക്കും. മനസ്സിലായോ? ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. ഒരു ജോലി 10 ദിവസം കൊണ്ടും, മക്കളെ ഒരു ജോലി 10 ദിവസം കൊണ്ടും, ബി അതേ ജോലി 20 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. കണ്ണുടച്ച് നമുക്ക് പറയാം ആകെ ജോലി എന്ന് പറഞ്ഞാൽ മക്കളെ വലിയ സംഖ്യ 20 10 കൊണ്ട് ഹരിക്കാൻ പറ്റും. LCM 20, 10 20 ആവാൻ 2, 20 20 ആവാൻ 1. എന്ന് പറഞ്ഞാൽ എയുടെ കഴിവ് 2, ബിയുടെ കഴിവ് 1. ഒന്നുകൂടി ഊന്നി പറഞ്ഞാൽ എ ഒരു ദിവസത്തിൽ 2 ജോലി തീർക്കും. ഞാൻ എന്തുകൊണ്ടാണ് ദിവസം വെച്ച് പറഞ്ഞേ? ഇവിടെ യൂണിറ്റ് ദിവസമാണ്. അപ്പം എ ഒരു ദിവസത്തിൽ മക്കളെ 2 ജോലി തീർക്കും, ബി ഒരു ദിവസത്തിൽ 1 ജോലിയെ തീർക്കത്തുള്ളൂ. ശരിയാണോ? അപ്പോൾ ഇവർ രണ്ടുപേരോട് ഒരു ദിവസം പണിയെടുത്താൽ മക്കളെ 3 ജോലി തീരും, 3 ജോലി. അങ്ങനെ ഇവർ ഒന്നിച്ച് ജോലി തുടങ്ങി 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരുത്തം പോയത്. അപ്പോൾ 5 ദിവസം വരെ രണ്ടുപേരും ഉണ്ടല്ലോ. അതായത് ഇപ്പം ഓരോ ദിവസവും 3 ജോലി വെച്ചാണ് തീരുന്നത്. 3 ജോലി വെച്ച് 5 ദിവസം ആയപ്പോഴത്തേക്ക് മക്കളെ 15 ജോലി തീർന്നു. ശരിയാണോ? എനിക്കറിയാം മൊത്തം എത്ര? 20 ജോലിയുണ്ട്. 20-ലെ 15 ജോലിയും തീർന്നെങ്കിൽ ബാക്കി 5 ജോലി മിച്ചമുണ്ട്. ഈ 5 ജോലി ചെയ്യാൻ ഇനി ആരില്ല? രാജനില്ല. രാജനല്ല, അത് കഴിഞ്ഞതിൻ്റെ ഇമ്പാക്റ്റ് മാറിയില്ല, അതുകൊണ്ടാണ് എ ആണ് പിന്മാറിയത്. ബാക്കി ജോലി ബി ഒറ്റയ്ക്ക് ചെയ്യണം. മക്കളെ അപ്പോൾ ഈ 5 ജോലി ചെയ്യാൻ ബി ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ബിയുടെ മാത്രം കഴിവൊന്ന 5/1 എന്ന് പറഞ്ഞാൽ 5 തന്നെ കിട്ടും. നമ്മുടെ ശരി ഉത്തരം 5 ദിവസം വേണം. ബാക്കി ജോലി ബി ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി വരും മക്കളെ 5 ദിവസം. മനസ്സിലായോ? ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. അങ്ങനെയാണെങ്കിൽ 3 പേര് വരുന്നൊരു കണക്ക് നമുക്ക് നോക്കിയാലോ. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും, ബി 12 ദിവസം കൊണ്ടും, സി 15 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. 3 പേരും ഒന്നിച്ച് ജോലി തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ ബി ജോലി ഉപേക്ഷിച്ചു. ബാക്കി ജോലി എയും സിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും? നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്. എ ഒരു ജോലി മക്കളെ എത്ര? 10 ദിവസം കൊണ്ടും,
ബി അതേ ജോലി 12 ദിവസം കൊണ്ടും സി അതേ ജോലി 15 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. എങ്കിൽ ഇവിടുത്തെ ആകെ ജോലി എത്ര എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്തെടുക്കും? LCM എടുക്കും. എന്നിട്ട് ചോദ്യത്തിൻ്റെ രണ്ടാം പകുതി വായിക്കാം. അതുപോലെ മതി. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എടാ ഈ 12ഉം 15ഉം ഒക്കെ വരുന്നത് തന്നെ LCM 60ന് വേണ്ടിയിട്ടാണ്. LCM 60 കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നോക്കാം, വലിയ സംഖ്യ 15, 10 കൊണ്ടും ഹരിക്കാൻ പറ്റത്തില്ല, 12 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, 15ൻ്റെ അടുത്ത ഗുണിതം കൊടുക്കും 30, 10 പറ്റുമെങ്കിലും 12 പറ്റില്ല, 15ൻ്റെ അടുത്ത ഗുണിതം കൊടുക്കും 45, 10ഉം ഹരിക്കാൻ പറ്റത്തില്ല, 12 ഹരിക്കാൻ പറ്റത്തില്ല, അടുത്ത ഗുണിതം 60, എല്ലാവരും പറ്റും. അപ്പോൾ നമ്മുടെ LCM 60. 10 60 ആവാൻ മക്കളെ 6, 12 60 ആവാൻ 5, 15 60 ആവാൻ 4. ഓക്കെ, എന്ന് പറഞ്ഞാൽ എയുടെ കഴിവ് 6, ബിയുടെ കഴിവ് 5, സിയുടെ കഴിവ് 4. ഒന്നുകൂടെ ശക്തമാക്കി പറഞ്ഞാൽ എ ഒരു ദിവസം കൊണ്ട് 6 ജോലി തീർക്കും, ബി ഒരു ദിവസം കൊണ്ട് 5 ജോലി തീർക്കും, സി ഒരു ദിവസം കൊണ്ട് 4 ജോലി തീർക്കും. ശരി, അപ്പോൾ ഇവരെ 3 പേരെയും കൂടെ ഞാൻ ഒരുമിച്ച് പണിക്കിട്ടാൽ, എടാ 3 പേരുടെ 6ഉം 4ഉം 10, 10ഉം 5ഉം 15 ജോലി ഒരു ദിവസം തീർക്കും. 3 പേരുടെ ഞാൻ പണിക്കിട്ടാൽ മക്കളെ 3 പേരുടെ ഒരു ദിവസം 15 ജോലി തീർക്കും. ഇത് മനസ്സിലായോ? ശരി, 3 പേരുടെ 15 ജോലി തീർക്കുവേ. ഇനി അവരൊന്നിച്ച് ജോലി തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബി ജോലി ഉപേക്ഷിച്ചെന്നാണ് പറയുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പം മക്കളെ 2 ദിവസം വരെ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, എയും ബിയും സിയും. ഈ 3 പേരും 2 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. ഈ 3 പേരും 2 ദിവസം വരെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ദിവസം 3 പേരുടെ 15 ജോലി തീർക്കും, രണ്ടാമത്തെ ദിവസം 3 പേരും കൂടെ 15 ജോലി തീർക്കും. അപ്പം 15 2 മക്കളെ 30 ജോലി തീർത്ത്. 30 ജോലി തീർന്നേ. 3 പേരുടെ 2 ദിവസം കൊണ്ട് 30 ജോലി തീർത്ത്. നമുക്കറിയാം മൊത്തം 60 ജോലി ഉള്ളതാണ്. 60 ജോലി, അതിലെ 30 ജോലി തീർത്ത്. ബാക്കി ഇനി 30 ജോലിയുണ്ട്. ഓക്കെ ആണോ? ബാക്കി ഇനി ബാലൻസ് 30 ജോലിയുണ്ട്. നമ്മളോട് പറയുന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ ബി ജോലി ഉപേക്ഷിച്ചു. എടാ ബി ആണ് പോയത് എന്ന് പറഞ്ഞാൽ ഇവൻ ഇനിയില്ല. അപ്പം ബി പോകുമ്പോഴത്തേക്ക് ഇനി ബാക്കി എത്ര ജോലിയുണ്ട്? ഇനി 30 ജോലി ബാക്കിയുണ്ട്. ഈ 30 ജോലി ചെയ്യാൻ ബിയിലെ മക്കളെ ഇല്ലാത്തത്. അപ്പോൾ ഇനിയും ഉണ്ട് ആരൊക്കെ? എയും ഉണ്ട്, സിയും ഉണ്ട്. അപ്പോൾ എ ഉണ്ടെങ്കിൽ എയുടെ കഴിവെടുക്കണം, സിയുടെ കഴിവെടുക്കണം. എങ്കിൽ 6ഉം 4ഉം 10 കഴിവ് കൊണ്ടാണ് ഇനി 30 ജോലി ചെയ്യേണ്ടത്. 30/10 എന്ന് പറഞ്ഞാൽ മക്കളെ 3. അതായത് 3 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാകും. അതായത് ബി പോയെങ്കിലും ബാക്കി 2 പേരും കൂടെ 10 കഴിവുണ്ട്, 6ഉം 4ഉം 10 കഴിവുണ്ട്. എങ്കിൽ 30/10 ബാക്കി 3 ദിവസം മതിയാകും ആ ജോലി പൂർത്തിയാകാൻ. മനസ്സിലായോ? ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. ശരി, നമുക്ക് മറ്റൊരു ടൈപ്പിലോട്ട് കിടക്കാം. അടുത്ത ഒരു കിടിലൻ ടൈപ്പിലോട്ട് കിടക്കാം. ചോദ്യം മക്കളെ 7ാമത്തെ ടൈപ്പാണ്. ഇങ്ങനെയാണ്. രാജുവിന് ഒരു തോട്ടം കിളയ്ക്കുന്നതിന് 20 മിനിറ്റ് വേണം, ബിജുവിന് 25 മിനിറ്റ് വേണം. 2 പേരും ഒന്നിച്ച് ജോലി തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം രാജു ജോലി നിർത്തി, ബിജു തുടർന്നു. ആകെ ജോലി 15 മിനിറ്റ് കൊണ്ട് പൂർത്തിയായെങ്കിൽ ബിജു തനിച്ച് എത്ര സമയമാണ് ജോലി ചെയ്തത്? ഇതാണ് ചോദ്യം. മക്കളെ ഇത് 2017 കൊല്ലം LDCയുടെ ചോദ്യമാണ്. 2017 കൊല്ലം LDC കേട്ടോ. അന്നത്തെ ഒരു റാങ്ക് മേക്കർ ആയിരുന്നു ഈ ചോദ്യം. ഞാൻ ഒന്നുകൂടെ പറയാം. രാജുവിന് ഒരു തോട്ടം കിളയ്ക്കുന്നതിന് 20 മിനിറ്റ് വേണം, ബിജുവിന് 25 മിനിറ്റ് വേണം. ഓക്കെ, 2 പേരും ഒന്നിച്ച് ജോലി തുടങ്ങി. അപ്പോൾ ഇവിടം വരെയും നമ്മൾ ചെയ്ത കഴിഞ്ഞ ടൈപ്പ് തന്നെ മക്കളെ. ഇവിടം വരെയും നമ്മൾ ചെയ്ത കഴിഞ്ഞ ടൈപ്പ് തന്നെ. ശരിയാണോ? തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ടൈപ്പിൽ അങ്ങനല്ല പറയുന്നത്. എങ്ങനെയായിരുന്നു? എടാ എന്താ 5 ദിവസത്തിന് ശേഷം അല്ലെ 10 ദിവസത്തിന് ശേഷം എന്ന് പറയുമായിരുന്നു. ഇവിടെ ആ ഒരു കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്. കുറച്ച് സമയത്തിന് ശേഷം മക്കളെ രാജു ജോലി നിർത്തിപ്പോയേ. ബിജു തുടർന്നു. ആകെ ജോലി 15 മിനിറ്റ് കൊണ്ട് പൂർത്തിയായി. എങ്കിൽ ബിജു തനിച്ച് എത്ര സമയമാണ് ജോലി ചെയ്തത്? ഇതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആണേ? അപ്പോൾ ഞാൻ അപ്പുറത്തൊരു പേജ് എടുത്ത് മാറ്റി ചെയ്യുക. രാജുവിനൊരു തോട്ടം കിളയ്ക്കാൻ 20 മിനിറ്റ്. അപ്പോൾ ഇവിടെ മിനിറ്റ് വെച്ചാണ് ചോദ്യം, മിനിറ്റിലാണ് കേട്ടോ. അതേപോലെ ബിജുവിന് ആ തോട്ടം കിളയ്ക്കാൻ 25 മിനിറ്റും വേണം. അവിടെ വരെ നിൽക്കട്ടെ. രാജുവിന് 20ഉം ബിജുവിന് 25. ഓക്കെ മക്കളെ, രാജുവിന് തോട്ടം കിളയ്ക്കാൻ 20 മിനിറ്റ് വേണം, ബിജുവിന് 25 മിനിറ്റ് വേണം.
ശരി, എങ്കിൽ ഈ തോട്ടം കിളയ്ക്കുന്നത് ആകെ എത്ര ജോലിയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ആകെ ജോലി കണ്ടുപിടിക്കണം. വലിയ സംഖ്യ 25 നമ്മൾ നേരത്തെ എടുത്തിയ പറ്റത്തില്ല, 50 പറ്റത്തില്ല, 75 പറ്റത്തില്ല, 100-നകത്തിൽ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാൽ മക്കളെ തോട്ടം കിളയ്ക്കുന്നത് മൊത്തം 100 ജോലിയാണ്. എടാ തോട്ടം കിളയ്ക്കുന്നത് മൊത്തം 100 ജോലിയാണ്. എടാ തോട്ടം കിളയ്ക്കാൻ മൊത്തം 100 ജോലിയുണ്ട് പിള്ളാരെ. ഓക്കെ ആണോ? 20 100 ആവാൻ 5, 25 100 ആവാൻ 4 എന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ കഴിവ് 5, ബിജുവിൻ്റെ കഴിവ് 4. ക്ലിയർ ആണോ? എടാ രാജുവിൻ്റെ കഴിവ് 5, ബിജുവിൻ്റെ കഴിവ് 4. ക്ലിയർ ആണോ? ശരി, എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ശക്തമാക്കി പറഞ്ഞാൽ ഇവിടുത്തെ ചോദ്യം മിനിറ്റിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. രാജു 1 മിനിറ്റിൽ മക്കളെ 5 ജോലി തീർക്കും. എടാ രാജു എന്ന് പറയുന്നവൻ 1 മിനിറ്റിൽ മക്കളെ 5 ജോലി തീർക്കും. കാര്യം രാജുവിൻ്റെ കഴിവ് 4, ബിജുവിൻ്റെ കഴിവ് രാജുവിൻ്റെ കഴിവ് 5, ബിജുവിൻ്റെ കഴിവ് 4, ബിജുവിൻ്റെ കഴിവ് 4 എന്ന് പറഞ്ഞാൽ ബിജു എന്ന് പറയുന്നവൻ 1 മിനിറ്റിൽ 4 ജോലി തീർക്കും. എടാ ബിജുവിൻ്റെ എഫിഷ്യൻസി 4 എന്ന് പറഞ്ഞാൽ അവൻ 1 യൂണിറ്റ് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. അവൻ 1 യൂണിറ്റ് സമയത്ത് ചെയ്യാൻ പറ്റുന്ന ജോലിയെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. അപ്പം ബിജുവിൻ്റെ എഫിഷ്യൻസി 4 എന്ന് പറഞ്ഞാൽ അവൻ 1 മിനിറ്റിൽ മക്കളെ 4 ജോലി തീർക്കും. എന്നുകൂടെ പറയാം, രാജു 1 മിനിറ്റിൽ, എന്തുകൊണ്ടാണ് മിനിറ്റ് വന്നതെന്ന് മനസ്സിലായല്ലോ, 5 ജോലി തീർക്കും. ബിജു 1 മിനിറ്റിൽ 4 ജോലി തീർക്കും. ക്ലിയർ ആണേ? ഇനി നമ്മുടെ ചോദ്യം നോക്കി. 2 പേരും മക്കളെ ഒന്നിച്ച് ജോലി തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം രാജു ജോലി നിർത്തിയെന്നാണ് പറയുന്നത്. കുറച്ച് സമയത്തിന് ശേഷം പിന്നെ ബിജു പിന്നെയും തുടർന്നു. ആകെ ജോലി മക്കളെ, ആകെ ജോലി 15 മിനിറ്റ് കൊണ്ട് പൂർത്തിയായി. ആകെ എന്ന് പറഞ്ഞാൽ എന്തുവാ? രാജുവും ബിജുവും കൂടെ ഒന്നിച്ച് തുടങ്ങി. രാജു പകുതിക്കിട്ട് പോയി, ബിജു പിന്നെയും തുടർന്നു. എന്ന് പറഞ്ഞാൽ ജോലി തുടക്കം തൊട്ട് രണ്ടുപേരും ഉള്ളടം തൊട്ട് ബിജു ഒറ്റയ്ക്ക് ആ ജോലി തീർക്കുന്നത് വരെ മക്കളെ മൊത്തം 15 മിനിറ്റ് വേണ്ടി വന്നു. എങ്കിൽ ബിജു തനിച്ച് എത്ര സമയം ജോലി ചെയ്തെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് രാജു പോയതിന് ശേഷം ബിജു തനിച്ച് എത്ര സമയം ജോലി ചെയ്തെന്ന് കണ്ടുപിടിക്കണം. അതിന് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, എടാ ഇവിടെ രാജുവും ബിജുവും ഒന്നിച്ച് ജോലി ചെയ്ത സമയം പറയുന്നുണ്ടോ? പറയുന്നില്ല. നമ്മളോട് പറയുന്നത് ഇങ്ങനെ, എടാ അവർ ഒന്നിച്ച് ജോലി തുടങ്ങി, കുറച്ച് സമയം കഴിഞ്ഞ് ഒരുത്തം പോയെന്ന. കുറച്ച് സമയം, ആ കുറച്ച് സമയം നമുക്കറിയത്തില്ല. സാധാരണഗതിയിൽ അത് കുറേ ആൾക്കാർ എക്സൊക്കെ ഇടും. ആ കുറച്ച് സമയത്തിന് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനൊരു വര വരച്ച് കാണിച്ചു തരാം. എടാ രാജുവും ബിജുവും ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് ജോലി തുടങ്ങിയത് എന്ന് വെക്കുക. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് ജോലി തുടങ്ങിയത് എന്ന് പറയുക. എന്നിട്ട് അവർ രണ്ടുപേരുടെ ഒരുമിച്ച് കുറേ സമയം ജോലി എടുത്തു. ആ കുറേ സമയമാണ് ഞാൻ ഇവിടെ വരച്ചത്. കണ്ടോ? ഇതാണ് നമുക്കറിയാത്ത ആ ഒരു സമയം. എടാ ഇതാണ് നമുക്കറിയാത്ത ആ ഒരു സമയം. കുറേ സമയം ഒന്നിച്ച് പണിയെടുത്തു. ക്ലിയർ? ഇവിടെ വന്നപ്പം മക്കളെ രാജു ജോലി മതിയാക്കി. എടാ ഇവിടെ വന്നപ്പം രാജു ജോലി മതിയാക്കി. ശരി, ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ബിജു ഒറ്റയ്ക്കാണ് ജോലി ചെയ്തത്. ബിജു ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ട് ജോലി പൂർത്തിയാക്കി. ക്ലിയർ ആണോ? എടാ അവർ രണ്ടുപേരോട് ഒന്നിച്ച് ജോലി തുടങ്ങി. ഇവിടെ വന്നപ്പം രാജു എന്ന് പറയുന്നവൻ പിരിഞ്ഞുപോയി. അപ്പോൾ ഇവിടം തൊട്ട് ജോലി തീരുന്നത് വരെ ബിജു ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ക്ലിയർ ആണോ? അപ്പം മക്കളെ ഇവിടം തൊട്ട് ഇവിടം വരെ ആരൊക്കെ? രാജു ഉണ്ട്. എടാ പിള്ളേരെ ബിജു ഉണ്ട്. ഇവിടെ വന്നപ്പോൾ രാജു, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാജു പിരിഞ്ഞ്, ഇവിടെ വെച്ച് രാജു പിരിഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ജോലി തീരുന്നത് വരെ ബിജു ഒറ്റയ്ക്ക്. ഇനി നമ്മളോട് പറഞ്ഞെന്തുവാ? എടാ ആകെ ജോലി പൂർത്തിയാക്കാൻ 15 മിനിറ്റ് വേണ്ടി വന്നു എന്നല്ലേ? ആകെ ജോലി പൂർത്തിയാക്കാൻ. അപ്പം നിങ്ങൾ പറ, ആകെ ജോലി എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ്? എടാ രാജുവും ബിജു ഒന്നിച്ച് തുടങ്ങിയത് ഇവിടം തൊട്ട് ഇവിടം വരെയല്ലേ മക്കളെ ആകെ ജോലി എന്ന് പറഞ്ഞാൽ? അപ്പോൾ ആ മക്കളെ നമ്മുടെ ഈ തന്നിരിക്കുന്ന ആകെ ജോലി എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. ഇത് പൂർത്തിയാക്കാനാണ് 15 മിനിറ്റ് എടുത്തു എന്ന് പറയുന്നത്. ശരിയാണോ? എടാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ മുഴുവൻ ജോലി പൂർത്തിയാക്കാനാണ് 15 മിനിറ്റ് എടുത്തു എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? എങ്കിൽ നമ്മുടെ ചോദ്യം ബിജു തനിച്ച് എത്ര സമയം ജോലി ചെയ്തെന്നാ അല്ലേ? എടാ ബിജു തുടർന്നു, ആകെ ജോലി 15 മിനിറ്റ് കൊണ്ട് പൂർത്തിയായെങ്കിൽ ബിജു തനിച്ച് എത്ര സമയം ജോലി ചെയ്തു എന്നാണ് കണ്ടെത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ മക്കളെ ബിജു തനിച്ച് ചെയ്ത സമയം ഇതല്ലേ? ഈ സമയമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ചോദ്യം മനസ്സിലായോ? ചോദ്യം പക്കയായിട്ട് മനസ്സിലായോ? ശരി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ കയ്യിൽ ഈ മൊത്തം സമയം തന്നിട്ടുണ്ട്. കഴിഞ്ഞ ടൈപ്പിൽ എന്താ തന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എടാ അവർ ഒരുമിച്ച് ജോലി ചെയ്ത ഈ സമയം പറയുമായിരുന്നു. എടാ അവർ ഒരുമിച്ച് ജോലി ചെയ്ത ഈ സമയമായിരുന്നു നമ്മളോട് കഴിഞ്ഞ ടൈപ്പിൽ പറഞ്ഞത്. എന്നാൽ ഈ ടൈപ്പിൽ അത് പറഞ്ഞിട്ടില്ല.
കഴിഞ്ഞ ടൈപ്പിൽ അവർ ഒരുമിച്ച് 5 ദിവസം പണിയെടുത്തു അല്ലെങ്കിൽ 10 ദിവസം പണിയെടുത്തു എന്നിട്ട് ഒരുത്തൻ പിരിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ ഈ സമയം മക്കളെ പറഞ്ഞിട്ടില്ല. പകരം നമ്മുടെ ഈ തന്നിരിക്കുന്ന മൊത്തം സമയമാണ്. കണ്ടോ, മൊത്തം സമയം ടൈപ്പ് മാറി. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബിജു തനിച്ച് ഇവിടെ ജോലി എടുത്ത ഈ സമയമാണ്. അതിനെന്താണ് മാർഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എടാ, എൻ്റെ കയ്യിൽ ഈ മൊത്തം സമയമുണ്ട്. അതിനകത്ത് നിന്ന് ഈ സമയം എത്ര എന്ന് കണ്ടുപിടിച്ചാൽ 15 ഇത് കുറച്ചാൽ ഇത് എത്ര എന്ന് കിട്ടുമല്ലോ. കിട്ടും. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാ നമ്മുടെ ഈ തന്നിരിക്കുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കുക. 15 മിനിറ്റാണ് നമ്മുടെ ഈ തന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന 15 മിനിറ്റ്. കഴിഞ്ഞ ടൈപ്പിൽ നമ്മൾ നോക്കുമായിരുന്നു, അവർ രണ്ടുപേരോട് ഒരുമിച്ച് പണിയെടുത്ത ഈ സമയം തരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് രണ്ടുപേരും പണിയെടുത്തതുകൊണ്ട് രണ്ടുപേരുടെയും എഫിഷ്യൻസി കൂട്ടിയിട്ട് അവിടുത്തെ സമയം കൊണ്ടല്ലേ നമ്മൾ ഗുണിച്ചത്. ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ ഈ സമയം നമ്മുടെ ഈ തന്നപ്പം രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി കൂട്ടിയിട്ട് ആ സമയം കൊണ്ടാണ് ഗുണിച്ചത്. കാരണം എന്താ, ആ സമയത്ത് രണ്ടുപേരും പണിയെടുത്ത്. എന്നാൽ ഇവിടുത്തെ 15 മിനിറ്റ് നിങ്ങൾ നോക്ക്. ഈ 15 മിനിറ്റിലും പണിയെടുത്ത 15 മിനിറ്റും ഉണ്ടായിരിക്കണം. 15 മിനിറ്റിലും പണിയെടുത്ത ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? രണ്ടുപേരുണ്ടോ? ഇല്ല. 15 മിനിറ്റിലും പണിയെടുത്ത ഒരുത്തനെങ്കിലും ഉണ്ടോ? ഉണ്ട്. 15 മിനിറ്റിലും പണിയെടുത്ത ഒരുത്തനുണ്ട് മക്കളെ. ആരാ? ബി. എങ്കിൽ എനിക്കറിയാം ബിയുടെ പ്രത്യേകത, അവൻ 1 മിനിറ്റ് പണിയെടുത്താൽ 4 ജോലി തീർക്കും. മക്കളെ, അവൻ 1 മിനിറ്റ് പണിയെടുത്താൽ 4 ജോലി തീർക്കും. ശരിയാണോ? അവൻ 1 മിനിറ്റ് പണിയെടുത്താൽ 4 ജോലി തീർക്കും. എങ്കിൽ എനിക്കറിയാം ബി 15 മിനിറ്റിലും പണിയെടുത്തവനാ. എങ്കിൽ മക്കളെ, എടാ ബി 1 മിനിറ്റ് പണിയെടുത്താൽ 4 ജോലി തീർക്കുന്നവൻ, എടാ തുടക്കം തൊട്ട് ഒടുക്കം വരെ അവനുണ്ടായിരുന്നു. 15 മിനിറ്റിലും അവനുണ്ടായിരുന്നു. എങ്കിൽ അവൻ തീർത്ത ജോലി എന്ന് പറഞ്ഞാൽ 60 അല്ലേ? തുടക്കം തൊട്ട് ഒടുക്കം വരെ നിന്നിട്ടും ബി തീർത്ത ജോലി 60. ശരിയാണോ? എടാ മൊത്തം 100 ജോലി ഉണ്ടെന്ന് നമുക്കറിയാം. ബിക്ക് തുടക്കം തൊട്ട് ഒടുക്കം വരെ നിന്നിട്ടും 60 ജോലിയാണ് തീർക്കാൻ കിട്ടിയതെങ്കിൽ ബാക്കി ജോലി മൊത്തം എ തീർത്തിട്ടല്ലേ മക്കളെ വീട്ടിൽ പോയത്? ആണ്. എടാ ബാക്കി ജോലി മൊത്തം എ തീർത്തിട്ടാണ് വീട്ടിൽ പോയത്. എങ്കിൽ എക്ക് തീർക്കാൻ എത്ര ജോലി കിട്ടിയടാ പിള്ളേരെ? എക്ക് തീർക്കാൻ മൊത്തം 100 ജോലിയാണ്. അതിലെ 60 ജോലിയും തീർക്കാൻ കിട്ടിയത് ബിക്കാണെങ്കിൽ 100 ൽ നിന്ന് 60 കുറച്ചാൽ 40 ജോലിയും മക്കളെ എ തീർത്തിട്ടാണ് വീട്ടിൽ പോയത്. ശരിയാണോ? എങ്കിൽ എടാ ഇവിടം തൊട്ടതാ ഇവിടം വരെ 40 ജോലി എ മാത്രം. സോറി, എ അല്ല, എ അല്ലല്ലേ, ബിജു ബിജു ഇവിടെ രാജു ആണല്ലേ. ബിജു മകളെ ബിജു എന്ന് പറയുന്നവൻ 60 ജോലി തീർത്ത്. എങ്കിൽ ബാക്കി രാജുവിന് തീർക്കാൻ എത്ര ജോലി കിട്ടി കാണും? 40 ജോലി അല്ലേ. എടാ 60 ജോലിയും തീർക്കാൻ ഇവിടം തൊട്ട് ഇവിടം വരെയും 15 മിനിറ്റ് ഉണ്ടായിരുന്നു. 15 മിനിറ്റിലും പണിയെടുത്തവനാണ് ബിജു 1 മിനിറ്റ് പണിയെടുത്താൽ 4 ജോലി തീരും. അങ്ങനെ 15 മിനിറ്റും ബിജു പണിയെടുത്തപ്പം 60 ജോലി തീർത്ത്. എങ്കിൽ ബാക്കി 40 ജോലിയും തീർത്തത് ആരാ മക്കളെ? രാജുവാ. എങ്കിൽ രാജു ഈ 40 ജോലി തീർക്കാനെടുത്ത സമയം എത്ര എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 40 ജോലി തീർക്കാൻ അവൻ എത്ര സമയം വേണ്ടി വന്നു അത് കണ്ടുപിടിക്കാൻ 40 / രാജുവിൻ്റെ കഴിവ് ചെയ്താൽ മതി. 40/5 എന്ന് പറഞ്ഞ മക്കളെ 8 എന്ന് കിട്ടും. അതായത് 8 മിനിറ്റ് എന്ന് കിട്ടും. ശരിയാണോ? അതായത് എടാ രാജു 40 ജോലി തീർത്തായിരുന്നു. ആ 40 ജോലി തീർക്കാൻ അവൻ 8 മിനിറ്റ് വേണ്ടി വന്നായിരുന്നു. എടാ ഇവിടം തൊട്ട് ഇവിടം വരെ രാജു 40 ജോലി തീർത്തായിരുന്നു. ആ 40 ജോലി തീർക്കാൻ അവൻ 8 മിനിറ്റ് വേണ്ടി വന്നു എന്ന് പറഞ്ഞ മക്കളെ ഇവിടം തൊട്ടതാ ഇവിടം വരെയുള്ള സമയം 8 മിനിറ്റ്. ശരിയാണോ? എങ്കിൽ നമ്മുടെ ചോദ്യം അതിനുശേഷം ബിജു ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുത്ത സമയം എത്രയാണ്? ഒന്നുമില്ല, നമുക്കറിയാം മൊത്തം സമയം 15. അതിനകത്ത് നിന്ന് 8 കുറച്ചാൽ മതി. ഉത്തരം 7 മിനിറ്റാണ് മക്കളെ ബിജു ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുത്തത്. മനസ്സിലായോ? എടാ ഒരുപാട് ക്രിയ ഒന്നുമില്ല, പക്ഷേ ഒരല്പം ചിന്തിക്കണം. ചിന്തിച്ച് ചെയ്യേണ്ട സാധനമാണ്. പിടികിട്ടിയോ? ക്ലിയർ ആയി കാണും എന്ന് കരുതിക്കൊണ്ട് ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾ എൻ്റെ കൂടെ പിടിക്കണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നുമില്ല. എ ഒരു ജോലി ചെയ്യാൻ 10 ദിവസം വേണം. ബി ഒരു ജോലി 15 ദിവസം വേണം. നമുക്ക് അവിടെ നിർത്താം. ഓക്കെ, അവിടെ നിർത്തിയിട്ട് ബാക്കി പിന്നെ വായിക്കാം. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് പൗസ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ടും ചെയ്യണം മക്കളെ. എടാ എ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. ബി അതേ ജോലി എടാ 15 ദിവസം കൊണ്ട് ചെയ്യും. നമ്മൾ ആദ്യം എന്തെടുക്കും? ഇവിടുത്തെ ആകെ ജോലി കണ്ടുപിടിക്കും. നമുക്കറിയാം LCM 30 വരും. 10 30 ആവാൻ 3, 15 30 ആവാൻ 2 എന്ന് പറഞ്ഞാൽ മൊത്തം 30 ജോലിയുണ്ട്.
അത് ചെയ്യാൻ എയുടെ കഴിവ് 3, ബിയുടെ കഴിവ് 2. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ നമുക്ക് പറയാം ദിവസം കൊണ്ട് അവിടെ ചോദ്യം. എ ഒരു ദിവസത്തിൽ 3 ജോലി തീർക്കും, ബി ഒരു ദിവസത്തിൽ 2 ജോലി തീർക്കും. ശരിയാണോ? എടാ എ ഒരു ദിവസത്തിൽ 3 ജോലി തീർക്കും, ബി ഒരു ദിവസത്തിൽ 2 ജോലി തീർക്കും അല്ലേ? ഇനി പറ, ഇവരൊന്നിച്ച് ജോലി തുടങ്ങി, കുറച്ച് ദിവസം കഴിഞ്ഞ് എ പിന്മാറുന്നല്ലേ പറയുന്നത്? കുറച്ച് ദിവസം. ആ കുറച്ച് ദിവസം അല്ലേ മക്കളെ നമുക്കറിയാത്തത്? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? എന്നാൽ ആ പറഞ്ഞ ദിവസം അറിയാമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അതായത് ഉദാഹരണം ഒരു 5 ദിവസം കഴിഞ്ഞ് ഒരാൾ പിന്മാറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ 5 ദിവസം അവർ രണ്ടുപേരും ഉണ്ട്. അപ്പം 3 2 5, അപ്പോൾ ഒരു ദിവസം 5 ജോലി തീരും. അങ്ങനെ 5 ജോലി 5 ദിവസം ആകുമ്പോഴത്തേക്ക് 25 ജോലി തീരും എന്നൊക്കെ എടുക്കുമായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് ആദ്യത്തെ ആ ദിവസം അറിയത്തില്ല. അപ്പം ഞാനൊരു വര വരയ്ക്കുന്നു. ദാ ഇവിടുന്ന് അവർ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തു. അത് കുറേ സമയം കഴിഞ്ഞപ്പം ആര് പിന്മാറി? മക്കളെ എ പിന്മാറി. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ മക്കളെ എയും ഉണ്ടായിരുന്നു, ബിയും ഉണ്ടായിരുന്നു. ശരിയാണോ? ഇവിടെ വന്നപ്പോൾ എ പിന്മാറിയേ. ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ജോലി തീരുന്നത് വരെ മക്കളെ ബി ഒറ്റയ്ക്കേ ഉള്ളൂ. ക്ലിയർ ആണേ? ആകെ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയായി. മക്കളെ ആകെ ജോലി എന്ന് പറഞ്ഞാൽ ദാ ഇത് 12 ദിവസം കൊണ്ട് പൂർത്തിയായി. എങ്കിൽ ബി തനിച്ച് എത്ര ദിവസം പണിയെടുത്തു? ബി തനിച്ച് എത്ര ദിവസം പണിയെടുത്തു? ഇതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ മക്കളെ ഇത് കണ്ടുപിടിച്ചാൽ, ഈ സമയം കണ്ടുപിടിച്ചാൽ നമുക്കിത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സമയം 12 ദിവസമാണ്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സമയം 12 ദിവസമാണ് എന്ന് പറഞ്ഞാൽ ആകെ ജോലി പൂർത്തിയാക്കേണ്ട സമയമാണ്. ആ 12 ദിവസവും രണ്ടുപേരും പണിയെടുത്തോ? ഇല്ല. ഒരുത്തനെങ്കിലും പണിയെടുത്തോ? എടുത്തു. ബി. ഇനി ബിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ബി ഒരു ദിവസം പണിയെടുത്താൽ മക്കളെ 2 ജോലി തീർക്കുന്നവനാണ്. എങ്കിൽ ബി 12 ദിവസവും പണിയെടുത്തില്ലേ? എടാ 12 ദിവസവും പണിയെടുത്തില്ലേ? എനിക്കറിയാം ബി ഒരു ദിവസം പണിയെടുത്താൽ 2 ജോലി തീർക്കും. അങ്ങനെ 12 ദിവസവും പണിയെടുത്താൽ 12 2 മക്കളെ 24 ജോലിയും തീർത്തതാരാ? എടാ 24 ജോലിയും തീർത്തത് മക്കളെ ബിയാണ്. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെ പണിയെടുത്തിട്ടും ബി തീർത്ത ജോലികളുടെ എണ്ണം 24. അപ്പോൾ ബാക്കി ജോലി ആരായിരിക്കണം തീർത്തത്? ഇവിടെ എന്തായാലും വേറെ ബംഗാൾ പണിക്കാരൊന്നും വന്നിട്ടില്ല, അതിഥി തൊഴിലാളികളൊന്നുമില്ല. അപ്പം ബി എയും ഉള്ളായിരുന്നു. 24 ജോലിയും തീർത്തത് ബി എങ്കിൽ മക്കളെ എയ്ക്ക് തീർക്കാൻ ബാക്കി ജോലി കിട്ടിക്കാണുമല്ലോ. 30 ജോലിയും 24 പോയാൽ ബാക്കി 6 ജോലിയും ആരാ തീർത്തേ? എ ആണ് തീർത്തത്. ഇനി എ എത്ര ദിവസം എടുത്തു അത് തീർക്കാൻ എങ്ങനെ കണ്ടുപിടിക്കും? എയുടെ എഫിഷ്യൻസി എഴുതിയാൽ മതി. 6/3 എന്ന് പറഞ്ഞാൽ മനസ്സിലായി 2 ദിവസം. അതായത് എ അവിടെ 2 ദിവസം പണിയെടുത്തിട്ടാണ് മക്കളെ വീട്ടിൽ പോയത്. മനസ്സിലായോ? എ അവിടെ 2 ദിവസം പണിയെടുത്തിട്ടാണ് വീട്ടിൽ പോയത്. എങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസവും. എ മക്കളെ മൊത്തം 6 പണി തീർത്ത്. അത് തീർക്കാൻ എയ്ക്ക് 2 ദിവസം വേണ്ടി വന്നു. 2 ദിവസം. ഓക്കെ, എങ്കിൽ അപ്പം നമുക്ക് വേണ്ടത് ബി തനിച്ച് പണിയെടുത്ത ദിവസങ്ങളുണ്ടോ? മൊത്തം 12 ദിവസത്തിലെ 2 ദിവസം എ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞുള്ള ദിവസമാണ് നമുക്ക് വേണ്ടത്. 12 2 കുറച്ചാൽ മക്കളെ 12 2 കുറച്ചാൽ ബാക്കി 10 ദിവസമാണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഒന്നുമില്ല, ഒരെണ്ണൂടെ ചെയ്യുമ്പോഴത്തേക്കും കാര്യം പിടികിട്ടും. ഓക്കെ, എക്സ് ഒരു ജോലി 7 ദിവസം കൊണ്ടും വൈക്ക് 20 ദിവസം കൊണ്ടും വേണം. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ആദ്യം എക്സ് ഒരു ജോലി 7 ദിവസം, വൈക്ക് മക്കളെ 21 ദിവസം. നമ്മൾ ആദ്യം ഇവിടുത്തെ ആകെ ജോലി കണ്ടുപിടിക്കും. വലിയ സംഖ്യ 21. 21നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. 21നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ LCM 21. 7 21 ആവാൻ 3, 21 21 ആവാൻ 1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 പേര് ഒന്നിച്ച് ജോലി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് മക്കളെ ആദ്യത്തെ ആ ദിവസം അറിയത്തില്ല. നമുക്കൊരു വര വരയ്ക്കാം. എടാ 2 പേരും ഒന്നിച്ച് ജോലി തുടങ്ങി ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. എന്നിട്ട് 2 പേരും കുറേ ദിവസം ജോലി ചെയ്തു. കുറേ ദിവസം. ആ കുറേ ദിവസമാണിത്. ആരൊക്കെയാ മക്കളെ? ഇവിടം തൊട്ട് ഇവിടം വരെ എക്സും ഉണ്ട്, വൈയും ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ആര് പിന്മാറി? എക്സ് പിന്മാറി ഇവിടെ വെച്ച്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ജോലി തീരുന്നത് വരെ മക്കളെ ആരേ ഉള്ളൂ? വൈയേ ഉള്ളൂ. ശരിയാണോ? ഇനി പറയുന്നു ആകെ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയായെന്ന്. അപ്പോൾ ആകെ ജോലി എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇത് 12 ദിവസം കൊണ്ട് പൂർത്തിയായടാ. ശരിയാണോ? ഇത് 12 ദിവസം കൊണ്ട് പൂർത്തിയായി. എങ്കിൽ വൈ ഒറ്റയ്ക്ക് എത്ര ദിവസം പണിയെടുത്തു? ഇത് വൈ ഒറ്റയ്ക്ക് എത്ര ദിവസം പണിയെടുത്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം ക്ലിയർ അല്ലേ?
അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ ഒരു സമയം തരും മക്കളെ, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സമയം തരും. ആ സമയത്ത് പണിയെടുത്ത വ്യക്തിയെ കണ്ടുപിടിച്ചേ മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. ആ സമയത്ത് പണിയെടുത്ത വ്യക്തി ആരാണോ അവൻ്റെ കഴിവിട്ട് ഗുണിച്ചാൽ അവൻ തീർത്ത ജോലി കിട്ടും. അങ്ങനെയേ മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. എങ്കിൽ നമ്മൾ നോക്ക്, വൈ 12 ദിവസവും പണിയെടുത്തവനാണ്. ഇനി വൈയുടെ പ്രത്യേകത എന്തുവാ? വൈ ഒരു ദിവസം പണിയെടുത്താൽ മക്കളെ ഒരു ജോലിയെ തീർക്കത്തുള്ളൂ, ഒരു ജോലി. അങ്ങനെ വൈ ഒരു ജോലിയെ തീർക്കത്തുള്ളേ. അങ്ങനെ 12 ദിവസവും പണിയെടുത്താലോ അവൻ 12 ജോലി തീർത്ത് കാണും. അപ്പോൾ ഇവിടം തൊട്ട് മക്കളെ ദാ ഇവിടം വരെയും വൈ പണിയെടുത്തപ്പോഴും അവന് 12 ജോലിയെ തീർക്കാൻ പറ്റുള്ളൂ. 12 എങ്കിൽ നമുക്കറിയാം മൊത്തം 21 ജോലിയാണ്. 21-ലെ 12 ജോലിയും തീർത്തത് വൈ ആണെങ്കിൽ ബാക്കി ജോലി തീർത്തത് എക്സ് ആയിരിക്കത്തില്ലയോ? ആയിരിക്കും. അപ്പോൾ 21-ന് 12 കുറച്ചാൽ 9 ജോലിയും തീർത്തത് എക്സ്, 9 ജോലിയും. അപ്പം ഇവിടം തൊട്ടതാ ഇവിടം വരെ എക്സ് മക്കളെ 9 ജോലി തീർത്ത്. ഈ 9 ജോലി തീർക്കാൻ ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര സമയം വേണമെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ 9 ജോലി തീർക്കാൻ അവന് വേണ്ടി വന്ന സമയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ കഴിവായ 3 കഴിവിട്ട് ഹരിച്ചാൽ മതി. 9/3 3 വരും. അതായത് മക്കളെ എന്താ, എക്സ് 9 ജോലി തീർക്കാൻ 3 ദിവസം എടുത്തു. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം 3 ദിവസം. 3 ദിവസം. നമ്മുടെ ചോദ്യം എന്തുവാ? എങ്കിൽ വൈ തനിച്ച് പണിയെടുത്ത ദിവസങ്ങളെണ്ണം. വൈ തനിച്ച് പണിയെടുത്ത ദിവസങ്ങളെണ്ണം അതിനൊന്നുമില്ല, മൊത്തം 12 ദിവസം മൊത്തം. അതിൽ നിന്നും ആദ്യത്തെ 3 കുറച്ചാൽ ബാക്കി 9. നമ്മുടെ ഉത്തരം എടാ വൈ തനിച്ച് ഒറ്റയ്ക്ക് പട്ടിയെ പോലെ എത്ര ദിവസം പണിയെടുത്തെന്ന് ചോദിച്ചാൽ 9 ദിവസം പണിയെടുത്ത മക്കളെ. പറഞ്ഞിട്ട് മനസ്സിലായോ? സിമ്പിളല്ലേ? നമുക്ക് അടുത്തൊരു ടൈപ്പിലോട്ട് നീങ്ങാം. അടുത്ത ഒരു കിടിലൻ ടൈപ്പ് പറയട്ടെ. നമ്മുടെ അപ്പോൾ ഈ ചോദ്യം നിങ്ങളങ്ങ് ചെയ്യണേ. ഓക്കെ, ഈ ചോദ്യം ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. അടുത്ത ചോദ്യത്തിലോട്ട് നോക്കിയ മക്കളെ. വീണ്ടും നമ്മുടെ ഇപ്പോൾ നടത്തിയ ഫയർ വുമൺ ഓഫീസറിനെ ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ 2026 വർഷം നടന്ന ഫയർ വുമൺ ഓഫീസർ ഒരു 2 മാസം മാത്രം മുമ്പ് നടന്ന പരീക്ഷ. ഓക്കെ, എക്സ് ഒരു ജോലി 15 ദിവസം കൊണ്ടും വൈ 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. രണ്ടുപേരും ഒന്നിച്ച് ജോലി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് വൈ ജോലി ഉപേക്ഷിച്ചു. ബാക്കി ജോലി എക്സ് ഒറ്റയ്ക്ക് 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയെങ്കിൽ ആകെ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വന്നു? സൂപ്പർ ചോദ്യമാണ്. നോക്കിയ മക്കളെ, എക്സ് ഒരു ജോലി 15 ദിവസം കൊണ്ടും വൈ 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. രണ്ടുപേരും ഒന്നിച്ച് ജോലി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് വൈ ജോലി ഉപേക്ഷിച്ചു. ബാക്കി ജോലി എക്സ് ഒറ്റയ്ക്ക് 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. എങ്കിൽ ആകെ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വന്നു? അടിപൊളി ചോദ്യം. നമുക്ക് തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്താം. എക്സ് ഒരു ജോലി 15 ദിവസം കൊണ്ടും വൈ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. തൽക്കാലം അവിടം കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് അപ്പുറത്തോട്ട് മാറ്റി ചെയ്യാം. എക്സ് എത്ര മക്കളെ? 15. വൈ എത്ര മക്കളെ? 10. നോക്കാം. എക്സ് ഒരു ജോലി 15 ദിവസം കൊണ്ടും വൈ അതേ ജോലി 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. ശരി, ഇതുകൊണ്ട് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു വെക്കാം. എന്നിട്ട് ചോദ്യത്തിൻ്റെ 2ാം പകുതി വായിക്കാം. അതല്ലേ നല്ലത്? അതാണ് നല്ലത്. വലിയ സംഖ്യ 15, 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല. 15ൻ്റെ അടുത്ത ഗുണിതം മക്കളെ 30. 10 കൊണ്ട് ഹരിക്കാം. 15 30 ആവാൻ 2, 10 30 ആവാൻ 3. ഓക്കെ ആണോ? എടാ 15 30 ആവാൻ 2, 10 30 ആവാൻ 3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കഴിവ് 2, വൈയുടെ കഴിവ് 3. എക്സിൻ്റെ കഴിവ് 2, വൈയുടെ കഴിവ് 3. ഒന്നുകൂടെ ഊന്നി പറഞ്ഞാൽ ഇവിടെ ദിവസമാണ്. ഒന്നുകൂടെ ഊന്നി പറഞ്ഞാൽ എക്സ് ഒരു ദിവസം കൊണ്ട് മക്കളെ 2 ജോലി തീർക്കും. വൈ ഒരു ദിവസം കൊണ്ട് മക്കളെ 3 ജോലി തീർക്കും. ഇത്രയും ക്ലിയർ ആണേ? ശരി, ഇനി നമുക്ക് ചോദ്യം ഒന്നുകൂടെ വായിക്കാം. രണ്ടുപേരും ഒന്നിച്ച് ജോലി തുടങ്ങി, നേരത്തെ പോലെ തന്നെ. കുറച്ച് ദിവസം കഴിഞ്ഞ് മക്കളെ വൈ ജോലി ഉപേക്ഷിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ ദിവസം നമുക്കറിയത്തില്ല, വീണ്ടും നമ്മൾ വരയിട്ട് വിടേണ്ടി വരും. ബാക്കി ജോലി എക്സ് ഒറ്റയ്ക്ക് 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. മക്കളെ രണ്ടുപേരും ഒന്നിച്ച് ജോലി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് വൈ ജോലി ഉപേക്ഷിച്ചേ. ഒന്ന് നോക്കി, ഞാൻ വീണ്ടും ഒരു വരയിടുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. രണ്ടുപേരും ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ജോലി തുടങ്ങി. കുറച്ച് ദിവസം വരെ ഇതാണ് ആ കുറച്ച് ദിവസം. ഇവിടം വരെ ആരൊക്കെ ഉണ്ടായിരുന്നു?
എക്സും ഉണ്ടായിരുന്നു വൈയും ഉണ്ടായിരുന്നു. എടാ രണ്ടുപേരും ഉണ്ടായിരുന്നേ. കുറച്ച് ദിവസം കഴിഞ്ഞ് വൈ ആണ് ജോലി ഉപേക്ഷിച്ചത്, വൈ. അപ്പോൾ അവിടെ തൊട്ട് അങ്ങോട്ട് പിന്നെ ആരേ ഉള്ളൂ? എക്സേ ഉള്ളൂ. ബാക്കി ജോലി എക്സ് ഒറ്റയ്ക്ക് 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. മക്കളെ ബാക്കി ജോലി, അതായത് ഇവിടം തൊട്ട് പിന്നീട്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ എക്സ് ഉണ്ട് വൈയും ഉണ്ട്, ഇവിടം തൊട്ട് പിന്നീട് അങ്ങോട്ട് എക്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുന്നു ബാക്കി ജോലി, അതായത് ഇവിടം തൊട്ട് ബാക്കി ഉണ്ടായിരുന്ന ആ ജോലി എക്സ് ഒറ്റയ്ക്ക് മക്കളെ 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയെന്ന്. ശരിയാണോ? എടാ ബാക്കി ഇവിടം തൊട്ട് അങ്ങോട്ടുണ്ടായിരുന്ന ഈ ജോലി മൊത്തം എക്സ് ഒറ്റയ്ക്ക് പൂർത്തിയാക്കി. കാര്യം വൈ പോയി കഴിഞ്ഞാൽ പിന്നെ എക്സേ ഉള്ളു. അപ്പോൾ ഇത്രയും ജോലി എക്സ് ഒറ്റയ്ക്ക് 10 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. എങ്കിൽ നമ്മുടെ ചോദ്യം ആകെ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി വന്ന ദിവസങ്ങൾ. ഓക്കെ, ആകെ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി വന്ന ദിവസങ്ങൾ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മുഴുവൻ ദിവസങ്ങളുടെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? ചോദ്യം പിടികിട്ടിയോ? അതാണ് ഒരു വരയിലൂടെ കാര്യങ്ങൾ വളരെ സിമ്പിളാക്കാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു എന്തോന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സമയം ശ്രദ്ധിക്കണം. സമയം നമ്മുടെ കയ്യിൽ, നമ്മൾ ഇന്ന് പഠിച്ച ആദ്യത്തെ ടൈപ്പ് എന്തായിരുന്നു? ഈ സമയം നമ്മുടെ കയ്യിൽ തരുമായിരുന്നു. ഈ സമയം അല്ലേ, ഈ സമയം തരുമായിരുന്നു. രണ്ടാമത്തെ കഴിഞ്ഞ ടൈപ്പ് എന്താ? ഈ മുഴുവൻ സമയം തന്നു. ഈ ടൈപ്പിലോ ഈ സമയം തരുന്നു. കണ്ടോ? പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയ 3 ടൈപ്പുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മക്കളെ ആദ്യത്തെ ടൈപ്പിൽ ഈ സമയം തന്നു, രണ്ടാമത്തെ ടൈപ്പിൽ ഈ സമയം തന്നു, മൂന്നാമത്തെ ടൈപ്പിൽ ഈ സമയം തരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞെന്തുവാ? നിങ്ങളുടെ കയ്യിൽ തരുന്ന സമയം ശ്രദ്ധിക്കണം. 10 തന്നിരിക്കുന്നത്. ആ 10 ദിവസം പണിയെടുത്ത ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ആ 10 ദിവസം പണിയെടുത്ത ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, എക്സിന്. നമുക്ക് വേണ്ടത് ഈ മുഴുവൻ ജോലിയും തീർക്കാൻ വേണ്ടി വന്ന ദിവസങ്ങളുടെ എണ്ണമാണ്. ഈ മുഴുവൻ ജോലിയും തീർക്കാൻ വേണ്ടി വന്ന ദിവസങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ നമ്മുടെ ഈ തന്നിരിക്കുന്ന സമയം ഏതാ മക്കളെ? 10. അവിടുന്ന് തുടങ്ങാം. ശരിയാണോ? അവിടുന്ന് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ഈ തന്നിരിക്കുന്ന സമയം 10. ഓക്കെ, ഇവിടുന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്സ്, ആ 10 ദിവസത്തിൽ പണിയെടുത്തിരിക്കുന്ന ആരെയാണ് നിങ്ങൾ കാണുന്നത്? എക്സിനെയാണ്. എടാ അവസാനത്തെ ആ 10 ദിവസം പണിയെടുത്ത ആരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ? എക്സിനെ മാത്രം. ശരിയാണോ? എങ്കിൽ എക്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച്. എടാ എക്സ് ഒരു ദിവസം പണിയെടുത്താൽ എന്ത് സംഭവിക്കും? 2 ജോലി തീരും. എക്സ് ഒരു ദിവസം പണിയെടുത്താൽ മക്കളെ 2 ജോലി തീരും. ആണോ? അങ്ങനെ അവസാനത്തെ 10 ദിവസം, ഞാൻ ഇവിടെ തന്നെ ആരോ മാർക്കിട്ട് അങ്ങ് എഴുതുമോ മക്കളെ? അവസാനത്തെ ഈ ഒരു 10 ദിവസം മാത്രം എക്സ് എത്ര ജോലി തീർത്തിട്ടുണ്ടെന്ന് പറയാമോ? എടാ അവസാനത്തെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 10 ദിവസമോ അല്ലേ? അവസാനത്തെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മക്കളെ 10 ദിവസമോ? ആ 10 ദിവസത്തിൽ എക്സ് മാത്രമേ പണിയെടുത്തുള്ളൂ. എക്സ് ഒരു ദിവസം പണിയെടുത്താൽ 2 ജോലി തീരും. അങ്ങനെ ഇവിടുത്തെ 10 ദിവസവും എക്സ് പണിയെടുത്തെങ്കിൽ 10 × 2 മക്കളെ 20 ജോലിയും എക്സ് ആണ് തീർത്തത്. എടാ എക്സ് ആണ് 20 ജോലിയും തീർത്തത്. ഇത് മനസ്സിലായോ? എക്സ് ആണ് മക്കളെ 20 ജോലിയും തീർത്തത്. ഇത് മനസ്സിലായോ? നമുക്കറിയാം മൊത്തം എത്ര ജോലിയുണ്ട്? മൊത്തം 30 ജോലിയുണ്ട്. 30-ലെ 20 ജോലിയും അവസാനത്തെ 10 ദിവസം കൊണ്ട് എക്സ് ആണ് തീർത്തത്. എടാ മൊത്തം ജോലി തീർക്കാനെടുത്ത സമയമാണ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സമയം. അതിൽ അവസാനത്തെ 10 ദിവസം കൊണ്ട് എക്സ് മാത്രമേ പണിയെടുത്തുള്ളൂ. ആ 10 ദിവസം കൊണ്ട് തീർന്ന ജോലി എത്ര? 20. എങ്കിൽ മക്കളെ മൊത്തം 30 ജോലിയിലെ 20 ജോലിയും അവസാനത്തെ 10 ദിവസത്തിലാണ് തീർന്നത്. അവസാനത്തെ 10 ദിവസം 30-ൽ നിന്ന് ആ 20 ജോലി കുറച്ചാൽ ബാക്കി 10 ജോലിയും തീർന്നത് മക്കളെ ഈ ദിവസങ്ങളിലല്ലേ? ഇത്രയും ദിവസങ്ങളാണ് മക്കളെ ബാക്കി 10 ജോലി തീർന്നത്. എങ്കിൽ ആ 10 ജോലി തീർക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? എക്സും ഉണ്ടായിരുന്നു, വൈ ഉണ്ടായിരുന്നു. എങ്കിൽ എടാ ഇവിടുത്തെ ഇത്രയും സമയം എന്ന് പറഞ്ഞാൽ എക്സും വൈയുടെ പണിയെടുത്ത സമയമാണ്. ആ സമയത്തിൽ 10 ജോലിയല്ല തീർന്നുള്ളൂ. 10 ജോലി. കാര്യം 20 ജോലി എക്സ് ഒറ്റയ്ക്ക് അവസാനം ചെയ്തത്. എങ്കിൽ 30-ൽ നിന്ന് 20 കുറച്ചാൽ ബാക്കി 10 ജോലിയും എക്സും വൈയുടെ ചെയ്തത്. എക്സും വൈയുടെ ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വന്നെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 3-ഉം 2-ഉം കൂട്ടി 5 കഴിവുണ്ട് അവർക്ക്. എങ്കിൽ 10 ജോലി ചെയ്യാൻ എത്ര സമയം വേണ്ടി വന്നെന്നറിയാൻ 10/5 2 വരും. 2 ദിവസം. ശരിയാണോ? എടാ വളരെ സിമ്പിളാ. എങ്കിൽ പറ മക്കളെ, എക്സും വൈയുടെ പണിയെടുത്ത ഇവിടുത്തെ ദിവസങ്ങളുടെ എണ്ണം 2 ദിവസം. നമ്മുടെ ചോദ്യം എന്തുവാ? എങ്കിൽ ആകെ ജോലി തീരാൻ വേണ്ടി വന്ന ദിവസങ്ങളുടെ എണ്ണം 2 + 10 12. 12 നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? എടാ സിമ്പിൾ അല്ലേ? നമ്മുടെ ഉത്തരം 12 ആകുന്നു. നമ്മുടെ ശരി ഉത്തരം 12. മനസ്സിലായി കാണുമെന്ന് കരുതിക്കൊണ്ട് ഒരു 2 ചോദ്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുന്നു. നോക്ക്,
എ ഒരു ജോലി 20 ദിവസം, ബി 25. LCM എടുക്കുമ്പോൾ മക്കളെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 100, ഇവിടെ 5, ഇവിടെ 4. ഓക്കെ ആണ്, ഇവിടം വരെ കുഴപ്പമൊന്നുമില്ല. ഇനി പറ, രണ്ടുപേരും ഒന്നിച്ച് ജോലി തുടങ്ങി, കുറച്ച് ദിവസം കഴിഞ്ഞ്. അപ്പം എന്താ രണ്ടുപേരും ഒന്നിച്ച് ജോലി തുടങ്ങുന്നതിനെ ഞാൻ ഇവിടെ വരച്ച്. ഈ പോയിന്റ് ഓഫ് ടൈമിലാണ് രണ്ടുപേരും ഒന്നിച്ച് ജോലി തുടങ്ങിയത്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് മക്കളെ ഇവിടം വരെ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ആരൊക്കെയുണ്ട്? ഇവിടെ എയും ഉണ്ട് ബിയും ഉണ്ട്. ശരിയാണോ? ഇവിടം മുതൽ ഇവിടം വരെ ആരൊക്കെയുണ്ട്? എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ ആ കുറച്ച് ദിവസം കഴിഞ്ഞ് ബി ജോലി ഉപേക്ഷിച്ചു. അപ്പം മക്കളെ ഇവിടം വരെ ഉണ്ടായിരുന്നു ബി. ഇവിടുന്ന് അങ്ങോട്ട് ജോലി തീർക്കുന്നത് വരെ ആരൊറ്റയ്ക്കേ ഉള്ളൂ? ഇനി എ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇത്രയും മനസ്സിലായോ? അവിടുന്ന് അങ്ങോട്ട് ജോലി തീരുന്നത് വരെ എ ഒറ്റയ്ക്കേ ഉള്ളൂ. ബാക്കി ജോലി എ ഒറ്റയ്ക്ക് 11 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയെന്നാണ് പറയുന്നത്. എടാ ഇതാണ് ബാക്കി വന്ന ആ ജോലി. അത് എ ഒറ്റയ്ക്ക് 11 ദിവസം എടുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള ദിവസങ്ങളുണ്ട മക്കളെ 11 ദിവസം എടുത്തെന്നാണ് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? എങ്കിൽ നമ്മുടെ ചോദ്യം ആകെ ജോലി തീർക്കാനെടുത്ത ദിവസം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളുടെ കണ്ടുപിടിക്കണം. ഇത് എത്ര ദിവസങ്ങളായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതും ഇതൂടെ കൂട്ടിയാൽ ആകെ ജോലി തീർക്കാനെടുത്ത ദിവസം കിട്ടത്തില്ലേ? കിട്ടും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സമയം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സമയം മക്കളെ ഇപ്പം 11 ദിവസമാണ്. അതായത് അവസാനത്തെ ഈ ഒരു 11 ദിവസമാണ്. ആ ഒരു 11 ദിവസത്തിൽ പണിയെടുത്ത വ്യക്തി ആരാ? എയാ. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? എയുടെ പ്രത്യേകത എന്താ? എ ഒരു ദിവസം പണിയെടുത്താൽ 5 ജോലി തീരും. 5 ജോലി. അപ്പോൾ അവസാനത്തെ 11 ദിവസം കൊണ്ട് എ തീർത്ത ജോലിയെ എങ്ങനെ കണ്ടുപിടിക്കും? എ ഒരു ദിവസം പണിയെടുത്താൽ മക്കളെ 5 ജോലി തീർക്കും. അങ്ങനെ 11, അവസാനത്തെ 11 ദിവസം എ മാത്രമേ പണിയെടുത്തുള്ളൂ. എങ്കിൽ 11 × 5 55 ജോലി. മക്കളെ 55 ജോലി തീർത്ത ആരാ? എ. അവസാനത്തെ 11 ദിവസം മാത്രം എടുത്ത് എ 55 ജോലി തീർത്ത്. മക്കളെ മൊത്തം 100 ജോലിയാണ്. 100-ലെ 55 ജോലിയും എ അവസാനത്തെ 11 ദിവസം കൊണ്ടാണ് തീർത്തത്. എങ്കിലൊന്ന് ആലോചിച്ച് നോക്ക്. 100-ൽ നിന്ന് 55 കുറച്ചാൽ ബാക്കി 45 ജോലിയും തീർന്നത് ഈ സമയം കൊണ്ടല്ലേ? ബാക്കി 45 ജോലിയും തീർന്നത് ഈ സമയം കൊണ്ടല്ലേ? അപ്പം ബാക്കി എത്ര ജോലിയുണ്ട്? 45 ജോലിയുണ്ട്. എങ്കിൽ ആ 45 ജോലി ആരൊക്കെയാണ് ചെയ്തേന്ന് നോക്കി. 45 ജോലി ചെയ്യാൻ എയും ഉണ്ടായിരുന്നു ബിയും ഉണ്ടായിരുന്നു. അപ്പോൾ എയും ബിയുടെ 5 × 4 9 കഴിവിട്ടല്ലേ ചെയ്തത്. അപ്പോൾ എത്ര സമയം വേണ്ടി വന്നെന്നറിയാൻ അവർ തീർത്ത ജോലി 45. അതിന് അവർക്ക് വേണ്ടി വന്ന കഴിവ് 9. 45/9 എന്ന് പറഞ്ഞാൽ 5 എന്ന് വരും. 45-നകത്ത് 9 5 വട്ടം 5 ദിവസം ഒന്ന് കിട്ടും. ശരിയാണോ? എങ്കിൽ മക്കളെ എയും ബിയും ഒരുമിച്ച് പണിയെടുത്ത ദിവസങ്ങളെണ്ണം 5. എങ്കിൽ നമ്മുടെ ജോലി എന്തുവാ? ആകെ ജോലി തീർക്കാൻ വേണ്ടി വന്ന ദിവസങ്ങൾ. മക്കളെ ആകെ ജോലി തീർക്കാൻ വേണ്ടി വന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരൊരുമിച്ചുണ്ടായിരുന്ന 5 ദിവസവും അതിന് ശേഷമുള്ള 11 ദിവസവും എന്ന് പറഞ്ഞാൽ മൊത്തം 16 നമ്മുടെ ശരി ഉത്തരം. അവർ റൈറ്റ് ആൻസർ ഈസ് 16 days, 16 days. ക്ലിയർ അല്ലേ? ഇവിടെ വലിയ സ്റ്റെപ്പൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇതാ നോക്ക് ഒരെണ്ണൂടെ. എ ഒരു ജോലി 10 ദിവസം കൊണ്ട്. ഞാൻ എഴുതുക. എ ഒരു ജോലി 10 ദിവസം കൊണ്ട്. ബി അതേ ജോലി 20 ദിവസം കൊണ്ട്. ശരി, ഞാൻ ആദ്യം LCM എടുക്കുമ്പം മക്കളതാ ഇവിടെ 20 വരും. 10 20 ആവാൻ 2, 20 20 ആവാൻ 1 എന്ന് പറഞ്ഞാൽ എ ഒരു ദിവസം കൊണ്ട് 2 ജോലി തീർക്കും. ബി ഒരു ദിവസം കൊണ്ട് 1 ജോലിയെ തീർക്കും. ക്ലിയർ? ഇവരൊന്നിച്ച് ജോലി തുടങ്ങി. ഒന്നിച്ച് ജോലി തുടങ്ങിയേ, ഈ സമയത്ത് തുടങ്ങിയേ. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് എ ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ആരൊക്കെയുണ്ട്? എയും ഉണ്ട് ബിയും ഉണ്ട്. ഇവിടെ വന്നപ്പോൾ എ ജോലി ഉപേക്ഷിച്ച്. ബാക്കി ജോലി തീർക്കുന്നത് വരെ ആരേ ഉള്ളൂ? അപ്പോൾ ബി എ ഉള്ളൂ. ഓക്കെ ആണേ? പറയുന്നുണ്ട് ബാക്കി ജോലി ബി ഒറ്റയ്ക്ക്. ഇതാണ് ആ ബാക്കി ജോലി ഉണ്ടായിരുന്ന സമയം. അത് ബി ഒറ്റയ്ക്ക് മക്കളെ 5 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. എന്ന് പറഞ്ഞാൽ ബി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ മക്കളെ 5 ദിവസം. ബി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ മക്കളെ 5 ദിവസമാണ്. ശരിയാണോ? എങ്കിൽ ആകെ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുത്തു? അപ്പോൾ ആകെ ജോലി പൂർത്തിയാക്കാൻ എടുത്ത ദിവസങ്ങളാണ് മക്കളെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സമയം. അപ്പോൾ ഇത്രയും ഫുൾ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്കറിയാം ഈ ഒരു സമയം എത്ര ആണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇതും അതുകൂടെ കൂട്ടിയാൽ മതി. അതിന് നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സമയം ശ്രദ്ധിക്കുക. ആ സമയത്ത് പണിയെടുത്ത വ്യക്തിയെ കണ്ടുപിടിക്കുക. ബിയ.
അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ബി മാത്രമേ പണിയെടുത്തുള്ളൂ. അപ്പോൾ ബിയുടെ പ്രത്യേകത എന്തുവാ? ബി ഒരു ദിവസം പണിയെടുത്താൽ ഒരു ജോലി തീർക്കും. അപ്പോൾ അവസാനത്തെ 5 ദിവസവും ബി മാത്രമേ പണിയെടുത്തുള്ളൂ. എടാ ബി ഒരു ദിവസം പണിയെടുത്താൽ ഒരു ജോലി തീർക്കും. അങ്ങനെ 5 ദിവസവും പണിയെടുത്തെങ്കിൽ മക്കളെ അവൻ 5 ജോലിയെ തീർത്തുള്ള അവസാനത്തെ ദിവസം. ശരിയാണോ? 5 ജോലി 5 വർക്ക്. ശരിയാണോ? 5 ജോലി അവനാ തീർത്തത് അവസാനത്തെ 5 ദിവസം കൊണ്ട്. മൊത്തം 20 ജോലിയുണ്ട്. 20 ജോലി. അതിലെ 5 ജോലി അവസാനത്തെ 5 ദിവസം കൊണ്ട് ബി ഒറ്റയ്ക്കാണ് തീർത്തത്. എങ്കിൽ 20-ൽ നിന്ന് 5 കുറച്ചാൽ ബാക്കി 15 ജോലിയും തീർത്തത് അവർ രണ്ടുപേരുടെ അല്ലേ മക്കളെ? എടാ ബാക്കി 15 ജോലിയും തീർത്തത് ഇത്രയും സമയം കൊണ്ടാണ്. ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ എത്ര സമയം വേണ്ടി വന്നെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എയുടെ കഴിവ് 2, ബിയുടെ കഴിവ് 1. അപ്പം 15/3 എന്ന് പറഞ്ഞാൽ 5 ദിവസം എന്ന് കിട്ടും. 5 ദിവസം. ശരിയാണോ? എടാ 2 പേർക്കൂടെ 3 കഴിവുണ്ട്. എങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ 15 ജോലി ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ 2 പേർക്കൂടെ 3 കഴിവുണ്ട്. 3 കഴിവ്. എങ്കിൽ 15/3 എന്ന് പറഞ്ഞാൽ 5 ദിവസം. അതായത് അവർ ഒരുമിച്ചുണ്ടായിരുന്ന ഈ ദിവസങ്ങളുടെ എണ്ണം മക്കളെ 5. എങ്കിൽ നമ്മുടെ ജോലിയും ആകെ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി വന്ന ദിവസങ്ങൾ 5 10. 10 നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? 10 നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. അപ്പോൾ ഇവിടെയും എൻ്റെ പാർട്ടിസിപ്പേഷൻ മാത്രം പോരാ, നിങ്ങളും പങ്കെടുക്കണം. നിങ്ങൾക്കുള്ള ചോദ്യമാണ് മക്കളെ ഇത്. ഇതിൻ്റെ ഉത്തരം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ശേഷം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ മക്കളെ നമ്മുടെ ക്ലാസ്സുകളുടെ നിങ്ങൾക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങളും ഇനി കൂടുതൽ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കൂടി രേഖപ്പെടുത്തുക. അപ്പം വീണ്ടും ഞാൻ ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകളും ട്രിക്സുകളും കുറേയധികം നല്ല ചോദ്യങ്ങളുമായിട്ടും ഓരോ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഓരോ സീരീസുകളുമായിട്ടും വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനമാണ് എൻ്റെ ഒരു ജീവൻ ടോൺ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട്, ഒരു നല്ല ഭാവി നേർന്നുകൊണ്ട്, നല്ല പരീക്ഷാക്കാലം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.